പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 26ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്ന അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളം മീഡിയക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. നമ്മുടെ ഗൈഡ് വെച്ച് ഫോളോ ചെയ്തിട്ടാണ് ക്ലാസ് വരുന്നത്. 7 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത് ഗൈഡിൽ. അതാണ് നമ്മളിവിടെ വെച്ച് അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. നമ്മുടെ ഗൈഡിലും അതേ രീതി തന്നെ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. എല്ലാ വിഷയത്തിൻ്റെയും ഗൈഡ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ഫോറിൻ പോളിസി? എന്താണ് വിദേശ നയം എന്നുള്ളതാണ്. വിദേശ നയം എന്ന് പറഞ്ഞാൽ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങൾക്കും വിദേശ നയമുണ്ട്. ആഭ്യന്തര നയത്തിൻ്റെ വികസിത രൂപമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വിദേശ നയം. മറ്റ് രാഷ്ട്രങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിനും സ്വന്തം പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്നതിനും വേണ്ടി രാഷ്ട്രങ്ങൾ അവലംബിക്കുന്ന പ്രവർത്തന ശൈലിയാണ് വിദേശ നയം. രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി? ആരാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ പിതാവ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്? സമാധാനപരമായ സഹവർത്തിത്വം എന്നാൽ എന്താ? എല്ലാ രാഷ്ട്രങ്ങളും എല്ലാതരം ഗവൺമെന്റുകളും സമാധാനപൂർവ്വം പ്രവർത്തിക്കണമെന്ന് സഹവർത്തിത്വം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ ഭരണ സമ്പ്രദായം എങ്ങനെയാവണം, സാമ്പത്തിക നയങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് നാം? നാം എന്ന് പറഞ്ഞാൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അതാണ് അതിന്റെ ഫുൾ ഫോം. ചേരിചേര സംഘടന. ശീതസമരകാലത്ത്, അതായത് ശീതസമരകാലത്ത് ഇരു ശക്തി ചേരികളും ഉൾപ്പെടാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ്. രണ്ടാം ലോക മഹായുദ്ധശേഷം ഏറ്റവും വളർന്നു വന്ന 2 സംഘടനയാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളും ഇതൊക്കെ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വൈരാഗ്യങ്ങളൊക്കെ വന്നു. അതിനാണ് ശീതസമരത്തിലേക്ക് വന്നത്. 1961 ബൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേര സംഘടന രൂപപ്പെട്ടത്. 1955 ബന്ദൂങ്ങിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഉച്ചകോടിയാണ് സംഘടനയുടെ രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ചേരിചേര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിലാണ്. ആദ്യ ചേരിചേര സമ്മേളനത്തിൽ 25 അംഗരാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറിൻ പോളിസി? വിദേശ നയത്തിലെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പഞ്ചശീലാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചിരുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. 1954 ഏപ്രിൽ ഉണ്ടായ ഇന്ത്യ ചൈന ഉടമ്പടിയിലാണ് പഞ്ചശീലം ആദ്യമായി നിർവചിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പഞ്ചശീല തത്വമാണ് ഓരോ രാജ്യത്തിൻ്റെയും പ്രാദേശിക അതിർത്തിയും പരമാധികാരവും അന്യോന്യം അംഗീകരിക്കുക. 2 പരസ്പരം ആക്രമിക്കാതിരിക്കുക. 3 ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക. 4 സമത്വം പരസ്പര ബഹുമാനം ഉണ്ടാവുക. 5 സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയാണ്. അടുത്താണ് ചേരിചേരാ നയാണ്. സൈനിക സഖ്യങ്ങൾ, ഉടമ്പടികൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ചേരിചേരാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൻ ശക്തികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഒന്നും കൂടാതെ ഓരോ പ്രശ്നത്തെയും സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടിൽ കാണുകയും സ്വന്തം നിലയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ചേരിചേരായ്മയുടെ അന്തസത്ത. ചേരിചേരാ നയം നിഷേധാത്മകമായ ഒരു നയമല്ല. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കണം എന്നല്ല അർത്ഥം. സത്യവും നീതിയും എവിടെയെന്ന് അറിഞ്ഞുകൊണ്ട് രാഷ്ട്രാന്തര പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കണമെന്നാണ് ചേരിചേരാ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സാമ്രാജ്യത്തോടും വർഗവർണ്ണത്തോടും കോളനി വാഴ്ചയോടുള്ള എതിർപ്പാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ ഉപഭൂഖണ്ഡങ്ങളിലെ ഒട്ടേറെ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയെങ്കിലും സാമ്രാജ്യത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്ന രാജ്യങ്ങൾക്ക്
സാമ്രാജ്യത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ധാർമ്മികവും ഭൗതികവുമായ എല്ലാ പിന്തുണയും നൽകുക എന്നാണ് ഇന്ത്യയുടെ വിദേശ നയം. വർണ്ണവിവേചനത്തോടുള്ള എതിർപ്പാണ് നമ്മുടെ വിദേശ നയത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങൾ രണ്ടാം കിടക്കാരായി കാണുന്ന ദുഷിച്ച പാരമ്പര്യമാണ് യൂറോപ്യന്മാർ. വർണ്ണവിവേചനത്തോട് നമുക്കുള്ള എതിർപ്പും പ്രതിഷേധവും ലോകപ്രസിദ്ധമാണ്. അടുത്ത ഐക്യരാഷ്ട്രസഭയ്ക്ക് പിന്തുണയാണ്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ സമാധാനപരമായ രീതിയിൽ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭ ശക്തിയും സ്വാധീനവുമുള്ള ഒരു സമിതിയാകണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സേനകളോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ സൈന്യത്തെയും ഓഫീസർമാരെയും നയതന്ത്രന്മാരെയും അയച്ചിട്ടുണ്ട്. അടുത്ത മനുഷ്യാവകാശങ്ങളോടുള്ള ബഹുമാനമാണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിക്കുകയുണ്ടായി. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനത്തോട് വളരെ സാമ്യമുള്ളതാണ്. അടുത്ത ചോദ്യമാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇന്ത്യ കേസ് ഫോർ ദി പെർമനന്റ് സീറ്റ് ഇൻ ദി സെക്യൂരിറ്റി കൗൺസിൽ. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ അംഗത്വത്തെ കുറിച്ച് വിശദീകരിക്കാനാണ്. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ പല പ്രാവശ്യം ഇന്ത്യ താൽക്കാലിക അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇന്ത്യ UN സഹായിച്ചിട്ടുണ്ട്. ലോകത്തിലെ ജനസംഖ്യയിലെ 1/7 ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്തുള്ള അവകാശമുണ്ട്. ഇന്ത്യ അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഗിവൺ ബൈ ഇന്ത്യ ടു UN എഫോർട്ട് ഫോർ പീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. UN ഒപ്പം അന്താരാഷ്ട്ര സമാധാനത്തിനും നിരായുധീകരണത്തിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ 51 സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഇന്ത്യ. അന്നു മുതൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യ പങ്കെടുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു വരുന്നുണ്ട്. വൻശക്തികൾ തമ്മിലുള്ള സംഘർഷം കുറച്ച് സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും അനുരജ്ഞത്തിന്റെയും അന്തരീക്ഷം വളർത്തി അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം പാലിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഇന്ത്യ UN കാണുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സ്ഥാപന ശ്രമങ്ങളിലൊന്നും ഇന്ത്യ പങ്കാളിയാകാറുണ്ട്. ലോക സമാധാനം കൈവരിക്കുന്നതിനുള്ള ഒരു ഏജൻസിയായിട്ടാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ കാണുന്നത്. ലോകത്തിലെ സന്തുലിത വികസനവും സമാധാനം നേടിയെടുക്കാൻ എല്ലാ ലോക രാഷ്ട്രങ്ങളെയും കോർത്തിണക്കുന്നതിനുള്ള ഒരു പൊതുവേദിയായി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ രൂപീകരിച്ചു. സഭയിൽ പുതിയ രാഷ്ട്രങ്ങളെ പ്രവേശനം നൽകുന്നത് സംബന്ധിച്ച് സംഘർഷം അവസാനിക്കുന്നതിൽ 1955 ഇന്ത്യ മുഖ്യ പങ്ക് വഹിച്ചു. ചൈനയ്ക്ക് രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകുന്നതിലും ഇന്ത്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ഇന്ത്യക്ക് നിരവധി തവണ കിട്ടിയിട്ടുണ്ട്. 1953 ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ് ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി. 1954 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തെയും ഇന്ത്യ പിന്താങ്ങി. 1948 കാശ്മീർ പ്രശ്നം ഇന്ത്യ UN അവതരിപ്പിച്ചു. കൊറിയൻ തർക്കത്തിൽ 38ാം പാർലമെന്റ് വെടിനിർത്താൻ രേഖയായി UN കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ ഇന്ത്യ നേതൃത്വം വഹിച്ചു. UN സമാധാനപാല സേനയിൽ പങ്കാളിയാവുന്നതിന് ഇന്ത്യ സ്വന്തം സൈന്യത്തെ അയക്കുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ ചെലവുകൾ വഹിക്കുന്നതിൽ അർഹമായ വിഹിതം ഇന്ത്യ എല്ലായ്പ്പോഴും നൽകിയിട്ടുണ്ട്. ഒരു പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമവും ന്യൂക്ലിയർ നിരായുധീകരണവും കൈവരിക്കുന്നതിന് ഇന്ത്യ എന്നുമുണ്ട്. ലാസ്റ്റ് ചോദ്യമാണ്, വാട്ട് ആർ ദ മേജർ കൺസേൺ ഇന്ത്യ ഫോറിൻ പോളിസി. ഇന്ത്യൻ വിദേശ നയത്തിലെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ലോകം ഏകധ്രുവമായി തീർന്നു. സൈനിക സഖ്യങ്ങളെല്ലാം മാറ്റം വന്നു. ആഗോളവൽക്കരണത്തിന്റെ യുഗമാണ് പിന്നീട് വന്നത്. ഇന്ത്യയുടെ വിദേശ നയങ്ങൾക്കും ഇതോടെ പല മാറ്റങ്ങളും ഉണ്ടായി. പഴയകാല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ബന്ധങ്ങൾ നമുക്കുണ്ടാകേണ്ടി വന്നു. ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് SSLC +2 എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 അഡ്മിഷൻ നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.